നമസ്കാരം. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സംസ്കാരമുള്ള, വളരെ പഴക്കം ചെന്ന സംസ്കാരമുള്ള ഇടമാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ NDA സർക്കാർ അവിടെ എത്രമാത്രം സാംസ്കാരികമായിട്ടുള്ളൊരു ഭൂമികയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇപ്പോൾ നെതർലാൻഡിൽ നിന്ന് വരുന്ന ചെപ്പേടിൻ്റെ കാര്യമെടുത്താലും, ചോള ചെപ്പേടിൻ്റെ കാര്യമെടുത്താലും, അതുമാത്രം അതിനൊപ്പം അതിന് പുറമെ ഇപ്പോൾ ശ്രീ വിജയപുരം എന്നാണ് ആൻഡമാൻ നിക്കോബാസിൻ്റെ പേര്, പഴയ പേര്. അത് അവിടെ ചോള രാജാക്കന്മാരുടെ ആസ്ഥാനമായതിൻ്റെ പേരിലാണ്. അവിടെ ആൻഡമാൻ നിക്കോബാർ എന്ന പേരു മാറ്റി ശ്രീ വിജയപുരം എന്നാക്കുന്നതിൽ വളരെ ഒരു കൃത്യമായ ആസൂത്രണമുണ്ട് അതിൻ്റെ പിന്നിൽ. ശ്രീ വിജയപുരം ഒപ്പം തന്നെ മലാക്ക സ്ട്രീറ്റിൽ കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിനെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ നടക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ശ്രീ വിജയ എംപയർ എന്ന് പറഞ്ഞിരുന്ന ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള ഇടങ്ങളിലെ ആ എംപയറിനെതിരെ പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുണ്ട് ചോള സാമ്രാജ്യം. അത് അവിടുത്തെ ട്രേഡേഴ്സിനെതിരെ അനാവശ്യമായ നികുതി ഏർപ്പെടുത്തിയതിൻ്റെയൊക്കെ കാര്യത്തിലാണ്. അപ്പോൾ ആ ഒരു ചരിത്രമൊക്കെ തിരിച്ചു കൊണ്ടുവരികയും അത് തമിഴ് ജനതയുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കടത്തിവിടുന്നതിൽ വളരെ നിർണായകമായ പങ്കാണ് NDA ശ്രമം നടത്തുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ വളരെ വളരെ കൃത്യമായിട്ട് അവിടെ അത്തരമൊരു സംസ്കാരമുണ്ടായിരുന്നുവെന്നും തമിഴ്നാട് വളരെ പ്രൗഢമായ സംസ്കാരമുള്ളവരാണ് എന്നും അത് ഈ DMK പറയുന്നതോ ദ്രാവിഡ പൊളിറ്റിക്സ് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല, ദീർഘനാളത്തെ ഹൈന്ദവീയമായ സംസ്കാരമാണ് തമിഴ്നാട്ടിലുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് വളരെ കൃത്യമായിട്ട് അത് ശ്രമിക്കുകയും അതിൽ വിജയിക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും വിജയ് ഒരു വഴിവെട്ടാൻ വന്ന ആളാണ് എന്ന് പറയുന്നത്. കാരണം തമിഴ്നാട് ദീർഘനാൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ആ സംസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ NDAക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചോള സംസ്കാരത്തെ അവർ മറന്നു, അവരുയർത്തിപ്പിടിച്ച ഹൈന്ദവീയ ധർമ്മത്തെ അവർ മറന്നു. തഞ്ചാവൂർ പോലെ അല്ലെങ്കിൽ രാമേശ്വരം പോലുള്ള ഇടങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാർ നടത്തിയ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങൾ, അവിടെ ക്ഷേത്ര നിർമ്മാണം, അത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെതായ ഇടങ്ങൾ, മാനബിന്ദുക്കളായിട്ടുള്ള നിരവധി പേർ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ആ ഇടങ്ങളെ മറന്നുപോയി തമിഴ്നാട്ടിൽ. അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഇടങ്ങളെക്കുറിച്ചൊന്നും ഓർക്കാത്ത ഒരു ഘട്ടമുണ്ടായി. അത്തരത്തിൽ ഒരു കാര്യത്തിലൂടെയായിരുന്നു തമിഴ്നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം DMKയും അതിന് മുന്നേ ഉണ്ടായിരുന്ന ജസ്റ്റിസ് പാർട്ടിയും ഒക്കെ തന്നെയാണ്. ദ്രാവിഡ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാരാണ് ഉണ്ടായത്. ഇപ്പോൾ ശ്രീരംഗനാഥം പോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, പളനി പോലുള്ള നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. വലിയ ഹൈന്ദവ പാരമ്പര്യമുള്ള നാടാണ് തമിഴ്നാട്. തിരുക്കുറൾ പോലുള്ള നിരവധിയായിട്ടുള്ള ഭാരതത്തിൻ്റെ ഫിലോസഫികൾക്ക് ജന്മം നൽകിയ മണ്ണാണ് തമിഴ്നാടിൻ്റെ മണ്ണ്. അപ്പോൾ അത്തരത്തിലുള്ള തമിഴ്നാടിൻ്റെ മണ്ണ് എന്തുകൊണ്ടായിരിക്കാം ഈ ജസ്റ്റിസ് പാർട്ടി പോലെ DMK പോലുള്ള ഹൈന്ദവ വിരുദ്ധമായ ഇടങ്ങളിൽ അവർക്ക് പിന്തുണ കൊടുക്കുവാൻ തയ്യാറായത്? അത് വളരെ നീണ്ട നാളത്തെ ഗൂഢാലോചനയുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ ആ ഗൂഢാലോചനയൊക്കെ ഇന്ന് പൊളിഞ്ഞ് തകർന്ന് വീണിരിക്കുകയാണ്. വിജയ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ വിജയ് ആയിരുന്നില്ല അവിടെ അധികാരത്തിൽ വരേണ്ടിയിരുന്നത്, അണ്ണാമലയായിരുന്നു. അണ്ണാമലൈ ഇനി അടുത്ത വർഷങ്ങളിൽ തന്നെ, അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അവിടെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് തന്നെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് പരിവർത്തനം സംഭവിച്ച് ഹൈന്ദവ ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, ഭാരതീയ സംസ്കൃതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക ദിശ, ഇപ്പം ഹൈന്ദവീയത എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന നിലയിലാണ്, ഒരു പ്രത്യേക മതം എന്ന നിലയിലല്ല, ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന നിലയിൽ, ഭാരതത്തിൻ്റെ സംസ്കൃതി അടിസ്ഥാനമാക്കിയുള്ള ദേശീയ പാർട്ടികളുടെ ഒക്കെ ഭാഗമാകുവാനായിട്ട് അവിടുത്തെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ അവിടുത്തെ തമിഴ്നാട് ജനത പാകപ്പെട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്നെ. അങ്ങനെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായി അവിടെ വിജയ് അധികാരത്തിൽ വന്നത് ശരിയാണ്. പക്ഷേ ഇനി ഒരൊറ്റ ടേമോടുകൂടി വിജയ് അവിടെ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ഡോസായിട്ട് എന്തൊക്കെ ആണ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന DMKയുടെ നേതാവ് ആദ്യ സമയത്ത് തന്നെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സമയത്ത് തന്നെ
വീണ്ടും അയാളുടെ പഴയ സ്റ്റേറ്റ്മെൻറ്റ് ആവർത്തിക്കുകയുണ്ടായി. ഹിന്ദു സംസ്കാരം, സനാതനധർമ്മം വൈറസ് പോലെയാണ്, മലേറിയ പോലെ ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് VMS മുസ്തഫയെ പോലുള്ള TVKയുടെ നേതാക്കന്മാർ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മധുരൈ സെൻട്രൽ ഈ VMS മുസ്തഫയെ പിന്തുണച്ച, വിജയ്ക്ക് വേണ്ടി VMS മുസ്തഫയെ പിന്തുണച്ച മധുരൈ സെൻട്രലിലെ മനുഷ്യർ തന്നെ, തമിഴന്മാർ തന്നെ ഈ VMS മുസ്തഫയ്ക്കെതിരെ സമരം വിളിക്കുകയുണ്ടായി. അയാൾ TVKയുടെ കൊടിതോരണങ്ങൾ വലിച്ചെറിയുകയുണ്ടായി. TVKയുടെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ VMS മുസ്തഫയുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ കീറിക്കളയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ TVKയ്ക്ക് കൊടുത്ത പിന്തുണ പിൻവലിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. കാറിൽ നിന്നടക്കം അവരുടെ TVKയുടെ കൊടികൾ മാറ്റുന്ന രംഗങ്ങൾ പോലും വൈറലാണ്. അത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധമായിട്ട് ഇപ്പോൾ സംസാരിക്കും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഹൈന്ദവ വിരുദ്ധമായിട്ട് നേരത്തെ സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഒരു പ്രതികരണവും നടത്തുമായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ വിജയ് ഒരു പ്രതികരണവും നടത്തിയില്ല എങ്കിലും അവിടുത്തെ ഹിന്ദുക്കൾ, അവിടുത്തെ തമിഴ്നാട്ടിലെ മനുഷ്യർ ഇതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാ അവിടെ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജനതയുണ്ട്. അവരേത് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചാൽ കൂടിയും ഈ ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒക്കെ അടിസ്ഥാനം. അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിലൂടെ പോകുന്ന തമിഴ്നാട് വീണ്ടും വിജയെ പോലുള്ള, അതായത് ഇവാഞ്ചലിക്കൽ മതങ്ങളിൽ വിശ്വസിക്കുന്ന വിജയെ പോലുള്ള ആൾക്കാരുടെ പൂച്ച ഒരു ഘട്ടത്തിൽ പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിജയോടൊപ്പം നിൽക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ തത്വമയി ന്യൂസിൻ്റെ തന്നെ പ്രേക്ഷകർ ഇത് ഇരട്ടത്താപ്പല്ലേ വിജയൊക്കെ പിന്തുണയ്ക്കുന്നു. വിജയ് ഭാരതത്തിൻ്റെ ദേശീയതയെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ദേശീയതയിൽ അടിസ്ഥിതമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ എതിർക്കാത്ത തരത്തിലുള്ള അതിനു വേണ്ടിയുള്ള പദ്ധതികളും പോളിസികളും നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയെ പിന്തുണയ്ക്കും. ദേശീയതയ്ക്കെതിരെയാണ് വിജയ് ചലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയെ വിമർശിക്കുക തന്നെ ചെയ്യും. പിന്നെ വിജയ് ഒരു പാത തുറക്കാൻ വന്ന ആളാണ്. വിജയ് ഒരു പാത തുറന്ന് അണ്ണാമലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കാൻ വന്ന ഒരു ആൾ മാത്രമാണ്. അല്ലാതെ വിജയ് എല്ലാ കാലത്തും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെയില്ല. കാരണം അതല്ല റിയാലിറ്റി, അതല്ല യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും വിജയ്ക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ള കാര്യം നിശ്ചയമായും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം വിജയ്ക്ക് അത്രമാത്രം വലിയൊരു ഭരണത്തിലെ പക്വത, വിജയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലെ പക്വത തന്നെയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലെ അഭിപ്രായങ്ങൾ പോലും പലപ്പോഴായി മാറി മാറി പറയേണ്ടി വരുന്നത്. ആദവ് അർജുൻ ഒരു 5 ദിവസത്തിനകം തന്നെ 2 അഭിപ്രായങ്ങൾ, ഘടകവിരുദ്ധമായ 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഹൈന്ദവ സംസ്കാരം, സനാതനധർമ്മം മലേറിയാകും പോലെയാണ് എന്ന് പറഞ്ഞത് ഉദയനിധി സ്റ്റാലിന് ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് 2-3 ദിവസത്തിനിടയിൽ തന്നെ നോർത്തിൽ ഹിന്ദുത്വ എന്നത് ഹിന്ദുയിസവും തമിഴ്നാട്ടിലത് ഇന്നിക്വാലിറ്റിയുമാണ് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ജനങ്ങൾക്കിത് ഒരു കാരണവശാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തരം നിലപാടുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് തന്നെ ഭരണത്തിൻ്റെ സ്ഥിരതയില്ല. ഭരണത്തിൽ എന്ത് ആശയമാണ് സ്വീകരിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് പ്രത്യയശാസ്ത്രത്തെ ചലിപ്പിക്കേണ്ടതെന്നും ഉള്ളതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതോടൊപ്പം തന്നെ LTT പോലുള്ള ഭീകരവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നുണ്ട്. വിജയ് പ്രഭാകരനെ അനുസ്മരിക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മളെല്ലാവരും, പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിജയെ സംബന്ധിച്ചിടത്തോളം ദേശീയതയോട് നിൽക്കണം, ദേശീയതയ്ക്കൊപ്പം നിൽക്കും എന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീടയിൽ കളം മാറ്റി ചവിട്ടുകയും ചെയ്യുന്ന ഒരു ഭരണാധിപനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അധിക നാളൊന്നും തമിഴ്നാട് പോലുള്ള വളരെ വലിയ സാംസ്കാരിക ഭൂമികയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, വിജയെ സംബന്ധിച്ചിടത്തോളം മറ്റ് അനവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വിജയ് ഒരു സ്വയം ഗ്രൂം ചെയ്തെടുക്കപ്പെട്ട ആളല്ല. അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും അതിനുശേഷമുള്ള രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായി വിജയ് പൊടുന്നനെ ഉണ്ടായ ഒരു രാഷ്ട്രീയ നേതാവല്ല. 16 കൊല്ലത്തോളമുള്ള ദീർഘകാലത്തെ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ട്. വിജയുടെ ആരാധക ഫാൻസ് അസോസിയേഷൻ അതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയെടുക്കുന്നതിലും ഇതിലൊക്കെ കാര്യമായ പങ്ക് വഹിച്ചത് വിജയുടെ അച്ഛനായ ചന്ദ്രശേഖറാണ്. അതിനു മുന്നേ വിജയ് ഒരു നടനാക്കി മാറ്റിയെടുക്കുന്നതിന് ആദ്യകാലത്ത് വിജയുടെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം വിജയ് എത്രമാത്രമാണ് അഭിനയശേഷി. അതിനുശേഷം അദ്ദേഹത്തിന് അഭിനയശേഷി ഉണ്ട് എന്നല്ല,
ആക്ഷൻ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അയാൾ പഠിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പഠിച്ചു. അതൊഴിച്ചു നിർത്തിയാൽ വിജയ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു പരിവർത്തനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വിജയ് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും വിജയെ ഗ്രൂം ചെയ്തെടുക്കുന്നത് ഈ ഫാൻസ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ധാരാളം ഇത്തരത്തിലുള്ള PR പ്രവർത്തനങ്ങളുമുണ്ട്. ഈ PR പ്രവർത്തനങ്ങളല്ലാതെ മറ്റ് ഒരു നൈസർഗികമായ ഒരു രാഷ്ട്രീയ സ്വഭാവം, ഒരു വ്യക്തിത്വമൊന്നും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന തരത്തിലൊരു വ്യക്തിത്വമൊന്നും വിജയ്ക്ക് ഉണ്ടായിട്ട് അറിയപ്പെട്ടിട്ടേ ഇല്ല, മനസ്സിലാകുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി ഇനി അങ്ങനെ അല്ല എന്ന് വിജയ് തെളിയിച്ചാൽ തീർച്ചയായിട്ടും വിജയ്ക്ക് നിലനിൽക്കാനാകും. പക്ഷേ ഇപ്പോഴുള്ള വിലയിരുത്തൽ കൊണ്ട് തന്നെ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് അധികം നാളൊന്നും നിലനിൽക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാരെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധിക നാളൊന്നും നിലനിൽക്കുവാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും ചില പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമവും കൂടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ളൊരു സാധ്യത തന്നെയുണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു വിജയ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്ന്. പിന്നെ മറ്റു ചില കാര്യങ്ങൾ ഫാൻസിന് വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. കാരണം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരുന്ന ആളാണ്, പ്രതിപക്ഷത്തിലുള്ള MLA-മാർ അടക്കം പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഗിമിക്സുകൾ കാണിക്കുവാൻ സാധിക്കും. അതിനപ്പുറം ഒരു ഭരണം എന്ന നിലയിൽ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ അത് വളരെ കൺസിസ്റ്റൻസിയോടുകൂടി, വളരെ സ്ഥിരതയോടുകൂടി അത് നടപ്പിലാക്കിയെടുക്കുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഭരണ നൈപുണ്യം തന്നെ വേണം. അപ്പോൾ ചോദിക്കും MGR പോലുള്ള ആൾക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. MGR അടിമുടി ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. ആദ്യകാലം 60-കൾ മുതൽ തന്നെ MGR DMK-യിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് DMK MGR-നെ ചതിച്ചപ്പോൾ AIDMK ഉണ്ടാവുകയും അങ്ങനെയാണ് ജനങ്ങൾ MGR-നെ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഇന്നും MGR അവിടെ നിലനിൽക്കുന്നതിൻ്റെ കാര്യവും അതാണ്. MGR-ന്റെ ഫോട്ടോ വച്ചാൽ തന്നെ ജനം ഇപ്പോഴും തള്ളിക്കയറുന്ന തരത്തിൽ തമിഴ്നാട്ടിൽ അത്രമാത്രം വലിയ സ്വാധീനം MGR ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരണത്തിന് മുന്നേയുള്ള തുടർച്ചയായ 10 വർഷം MGR അധികാരത്തിൽ തന്നെ ഉണ്ടായതും അതുകൊണ്ടാണ്. പക്ഷേ വിജയ്ക്ക് അത്തരത്തിലുള്ളൊരു ശേഷി ഉണ്ടായില്ല. ആ ഒരു 40 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു സിനിമാ നടൻ, ഒരു മുഴുനീള നായകൻ MGR-ന് ശേഷം അവിടെ അധികാരത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും വിജയ് തന്നെയാണ്. പക്ഷേ വിജയ്ക്ക് ഇനി എത്ര കണ്ട് MGR ആകാൻ സാധിക്കുമെന്നുള്ള കാര്യം ഇനിയും അദ്ദേഹം തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും തീർച്ചയായിട്ടും ഇപ്പോഴുള്ള കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ വിജയ്ക്ക് അത്ര വലിയ ഒരു നൈപുണ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും അതൊരു വഴിവെട്ടൽ മാത്രമായി ഇത് ചുരുങ്ങുവാനുള്ള സാധ്യതയെ നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് മാത്രമല്ല അതാണ് സംഭവിക്കാൻ പോകുന്നതും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.